നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി ചന്ദ്രന്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ടോ? പൗർണമി ദിവസം നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും ഒക്കെ തോന്നാറില്ലേ? എന്നാൽ ജ്യോതിഷത്തിൽ ചന്ദ്രന് ഇതിലും വലിയൊരു സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഓരോ ദിവസത്തെയും ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകമാണ് ചന്ദ്രൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ചന്ദ്രനെ കുറിച്ചാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല, അത് പ്രകൃതിയുടെ നിയമങ്ങളുമായി നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്താനുള്ള ഒരു വഴിയാണ്. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രം. അപ്പോൾ നമുക്ക് ചന്ദ്രന്റെ ലോകത്തേക്ക് പോവാം. ജ്യോതിഷത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചന്ദ്രൻ നമ്മുടെ മനസ്സാണ്. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സന്തോഷം, സങ്കടം, ഭാവന, സ്നേഹം, പ്രണയം ഇതെല്ലാം നിയന്ത്രിക്കുന്നതും പ്രതിഫലിപ്പിക്കുന്നതും ചന്ദ്രനാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ചന്ദ്രന് വൃദ്ധിയും ക്ഷയവും ഉള്ളതുപോലെ, അതായത് വളർച്ചയും തളർച്ചയും ഉള്ളതുപോലെ നമ്മുടെ മനസ്സിനും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകും, അല്ലേ? ചില ദിവസങ്ങളിൽ ഒരു കാരണവുമില്ലാതെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. എന്നാൽ ചിലപ്പോൾ വല്ലാത്തൊരു മൂഡ് ഓഫ് ആകും, ആരുമായിട്ടും സംസാരിക്കാൻ തോന്നുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചന്ദ്രന്റെ സ്വാധീനം ഉണ്ടാകാം. നമ്മുടെ ഉള്ളിലെ ഈ വൈകാരികമായ മാറ്റങ്ങളെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ സങ്കടത്തെ കാണിക്കുന്നത് പോലെ, നിങ്ങൾ പുഞ്ചിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തെ കാണിക്കുന്നത് പോലെ ഈ വികാരങ്ങളെല്ലാം ചന്ദ്രന്റെ പ്രതിഫലനമാണ്. എൻ്റെ വികാരങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ ചന്ദ്രന്റെ നില അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ സൂചനയായിരിക്കും ഇത്. ഇനി ചന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാധീനത്തെക്കുറിച്ച് പറയാം. ചന്ദ്രൻ അമ്മയുടെ കാരകനാണ്. ലോകത്ത് ഒരമ്മ തൻ്റെ കുഞ്ഞിന് നൽകുന്ന നിരൂപാധികമായ സ്നേഹവും കരുതലും പോലെയാണ് ചന്ദ്രൻ നമ്മളെ സ്വാധീനിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ ലോകവുമായി, പ്രത്യേകിച്ച് അമ്മയുമായി ആദ്യം ബന്ധപ്പെടുന്നത് മുലപ്പാലിലൂടെയാണ്. അതുകൊണ്ടാണ് ചന്ദ്രൻ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടി കാരകനായി വരുന്നത്. അതുകൊണ്ടാണ് ജാതകത്തിൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അമ്മയിൽ നിന്ന് നല്ല സ്നേഹവും പിന്തുണയും ലഭിക്കുമെന്ന് പറയുന്നത്. അവർക്ക് നല്ല മാനസിക ശക്തിയും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകും. അവരുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. ഇനി ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രന്റെ സ്ഥാനം ശരിയല്ലെങ്കിലോ അല്ലെങ്കിൽ ചന്ദ്രൻ ബലമില്ലാതിരിക്കുകയോ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാം? അവർക്ക് എപ്പോഴും ഒരു മാനസികമായ വിഷാദം അനുഭവപ്പെടാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് സങ്കടം വരും, കരച്ചിൽ വരും. തീരുമാനങ്ങൾ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയും ഭയവും മനസ്സിലുണ്ടാവും. അമ്മയുമായി നല്ല ബന്ധം നിലനിർത്താൻ ബുദ്ധിമുട്ടുകൾ നേരിടും. ഇത് കേട്ട് ആരും പേടിക്കണ്ട, ഇതിനെല്ലാം ലളിതമായ പരിഹാരങ്ങളുണ്ട്. നമ്മുടെ ജീവിത രീതിയിൽ ചില നല്ല ശീലങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചന്ദ്രന്റെ നല്ല സ്വാധീനം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ കുറച്ച് ലളിതമായ വഴികൾ പറഞ്ഞുതരാം. ഒന്നാമതായി, ഏറ്റവും പ്രധാനപ്പെട്ടതും ലളിതവുമായ പരിഹാരം സ്വന്തം അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ്. അമ്മയുമായി ദിവസവും കുറച്ച് സമയം സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അമ്മയുടെ ഓർമ്മകളെ മനസ്സിൽ നിലനിർത്തുക. അതുമാത്രമല്ല, അമ്മയെപ്പോലെ പ്രായമുള്ള എല്ലാ സ്ത്രീകളോടും ആദരവോടും സ്നേഹത്തോടെയും പെരുമാറുക. ഇത് ചന്ദ്രന് ബലം നൽകുന്ന ഏറ്റവും നല്ല കാര്യമാണ്. രണ്ടാമതായി, ചന്ദ്രൻ ജലകാരകനാണ്, അതായത് വെള്ളത്തിന്റെ അധിപനാണ്. അതുകൊണ്ട് ഒരിക്കലും വെള്ളം പാഴാക്കരുത്. കുടിക്കാനെടുക്കുന്ന വെള്ളം മുഴുവനായിട്ടും കുടിക്കുക. ടാപ്പുകൾ വെറുതെ തുറന്നിടാതിരിക്കുക. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. വെള്ളം സംരക്ഷിക്കുന്നത് ചന്ദ്രനെ സന്തോഷിപ്പിക്കും. മൂന്നാമതായി, മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ അവരെ ആശ്വസിപ്പിക്കുക. അവരുടെ വിഷമങ്ങളിൽ ഒരു ആശ്വാസവാക്കാവാൻ ശ്രമിക്കുക. ഇങ്ങനെ മറ്റുള്ളവർക്ക് വൈകാരികമായി പിന്തുണ നൽകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചന്ദ്രന്റെ ശക്തി വർദ്ധിക്കും. നാലാമതായി, തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ചന്ദ്രന്റെ അധീപനായി ശിവനെ കണക്കാക്കുന്നു.
പാലും വെള്ളവും ഉപയോഗിച്ച് ശിവന് അഭിഷേകം ചെയ്യുന്നതും ചന്ദ്രദോഷങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. അതുപോലെ പൗർണമി ദിവസം അല്പസമയം ചന്ദ്രനെ നോക്കി ധ്യാനിക്കുന്നതും മനസ്സിന് ശാന്തത നൽകാൻ സഹായിക്കും. അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതും ചന്ദ്രന്റെ സ്വാധീനം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. അപ്പോൾ കൂട്ടുകാരെ, ചന്ദ്രൻ എന്നത് വെറുമൊരു ഗോളമല്ല, നമ്മുടെ മനസ്സിൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കണ്ടെത്താനും ചന്ദ്രനെ മനസ്സിലാക്കുന്നത് നമ്മളെ സഹായിക്കും. ഞാൻ പറഞ്ഞ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നല്ല മാറ്റങ്ങൾ വരും. ജ്യോതിഷം നമ്മളെ പേടിപ്പിക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള വഴികൾ കാണിച്ചു തരാനുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വിഷയമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.